ഒരു കാരണം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വില പേശാനോ ആൾക്കാർ ചുമ്മാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൊതു ശ്മശാനത്തിൽ അടക്കാൻ മേലായിരുന്നു ബോഡി കൊണ്ട് നിങ്ങൾക്ക് ആ പള്ളിയുടെ മണ്ഡലത്തിലോട്ട് കൊണ്ട് വെച്ചേച്ച് പോരാൻ മേലാഞ്ഞോ നിങ്ങളുടെ പറമ്പിലിടയില്ലാഞ്ഞോ കുഴിച്ചിടാനോ. അപ്പം എൻ്റെ മകളും പിള്ളേരും പോയി. പക്ഷേ ഞാൻ ഈ മുഖം പോലും കാണാനില്ലാത്ത ഈ കഷ്ണങ്ങൾ വെട്ടിക്കാത്ത വെച്ചുകൊണ്ട് പിന്നെ അതിന് ബാർഗെയിൻ ചെയ്യാനും എൻ്റെ പുറകെ പോയത്. എവിടെയെങ്കിലും അടയ്ക്കാൻ മതിയില്ല, ആൾ മരിച്ചല്ലേ, ജീവൻ പോയില്ലേ. കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനയെയും മക്കളെയും ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. ഏകദേശം 2 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഭർത്താവായിട്ടുള്ള നോബിയുടെയും വീട്ടുകാരുടെയും ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് ഷൈനി മക്കളെയും കൂട്ടി ജീവൻ കൊടുക്കുന്നത്. പക്ഷെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രമല്ല, ഷൈനിയുടെ വീട്ടുകാർക്കും ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്ന് അന്ന് തൊട്ടേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഷൈനിയുടെ അപ്പനായിട്ടുള്ള കുര്യാക്കോസിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു. നോബി ഷൈനിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയ ഷൈനിക്ക് പക്ഷെ അവിടെ വലിയ സുഖമുണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം അപ്പനായ കുര്യാക്കോസിന്റെ നിലപാടുകളാണെന്നും അങ്ങനെയാണ് സ്വന്തം വീട്ടിലും രക്ഷയില്ലെന്ന് കണ്ട് സ്വന്തം മക്കളെയും കൂട്ടി ഷൈനി ജീവൻ ഒടുക്കിയതെന്നുമൊക്കെയാണ് ആളുകൾ പറയുന്നത്. സ്വന്തം വീട്ടിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് ഷൈനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഷൈനി മരിച്ച സമയത്തുള്ള കുര്യാക്കോസിന്റെ ചില സംസാരങ്ങളൊക്കെ അന്ന് തന്നെ വിവാദമായത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. മകളും പേരമക്കളും അതിദാരുണമായി മരിച്ചിട്ടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്ക് പറയുകയും ചെയ്ത കുര്യാക്കോസ് എന്ന അപ്പനെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് കണ്ടത്. എന്തായാലും കുര്യാക്കോസ് ഇതാ വീണ്ടും പലതരത്തിലുള്ള ന്യായീകരണവും കണക്ക് പറച്ചിലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളീയം ന്യൂസിൽ വന്ന കുര്യാക്കോസിന്റെ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞങ്ങൾ ഈ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂടി ആരും ഇല്ലല്ലോ, വേറെ 2ാമത്തെ മകളും കെട്ടിയവനും ഉള്ളൂ നാട്ടിലുള്ളൂ. പിന്നെ പോയിട്ട് ആ മകൾ 2 പേരും ഇവിടെ ഇല്ല, ഇളയ മകൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവൾ പോവുകയും ചെയ്തില്ല. അപ്പൊ പിന്നെ അവരെ കാര്യങ്ങൾ നടത്താനുള്ളൂ. ശരി, ഉള്ളവൾ പോവുകയും ചെയ്യില്ല എന്ന് പറഞ്ഞത് ഷൈനിയെ കുറിച്ചാണ്. എന്തൊരു ലാഘവത്തോടെയാണ് അല്ല അയാളത് പറഞ്ഞത്. ഷൈനി മക്കളെയും കൂട്ടി അങ്ങോട്ടോ ടൂറ് പോയത് പോലെയാണ് ഇങ്ങനെ പറഞ്ഞേ കേട്ടാ തോന്നുന്നു. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. ഉടനെ ഞാൻ അവന് ഫോൺ വിളിച്ചു. അവൻ അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പന്തലിടാൻ്റെ ആളെയും കൊണ്ട് അവൻ വന്നു. അന്നേരം മുതൽ പിന്നെ അവർക്ക് ഇവരെന്തോ മാറ്റമായി. ഇത് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം ആയപ്പം ചേഞ്ചായി. ഇവിടെ ഇടക്കിയില്ല, അവിടെ കൊണ്ട് കിടക്കാനുള്ളത്. കാരണം ഈ ബോഡി ഭർത്താവിൻ്റെ നിലവിൽ മൂത്ത കൊച്ച് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വില പേശാനോ ആൾക്കാർ ചുമ്മാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൊതു ശ്മശാനത്തിൽ അടക്കാൻ മേലായിരുന്നു ബോഡി കൊണ്ട് നിങ്ങൾക്ക് ആ പള്ളിയുടെ മണ്ഡലത്തിലോട്ട് കൊണ്ട് വെച്ചേച്ച് പോരാൻ മേലാഞ്ഞോ നിങ്ങളുടെ പറമ്പിലിടയില്ലാഞ്ഞോ കുഴിച്ചിടാൻ. അപ്പം എൻ്റെ മകളും പിള്ളേരും പോയി. പക്ഷേ ഞാൻ ഈ മുഖം പോലും കാണാനില്ലാത്ത ഈ കഷ്ണങ്ങൾ വെട്ടിക്കാത്ത വെച്ചുകൊണ്ട് പിന്നെ അതിന് ബാർഗെയിൻ ചെയ്യാനും എൻ്റെ പുറകെ പോയത്. എവിടെയെങ്കിലും അടയ്ക്കാൻ മതിയില്ല, ആൾ മരിച്ചല്ലോ, ജീവൻ പോയില്ലേ. അതെ, ആള് മരിച്ചല്ലോ, ജീവൻ പോയല്ലോ, ഇനിയിപ്പോ എവിടെ കൊണ്ടേ അടിക്കാലും എന്താ അല്ലെ. എന്നാ പിന്നെ വരെ തോട്ടിലോ പുഴയിലോ ഒഴുക്കി കളഞ്ഞൂടായിരുന്നു അല്ലെ. ഇയാളെ വർത്താനം നോക്കണേ, എങ്ങനെയും തലയിൽ നിന്നും ഒഴിവാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് മൂപ്പര സംസാരം. അല്ല, ജീവിച്ചിരുന്നപ്പോഴും ഒഴിവാക്കാൻ നോക്കിയത് കൊണ്ടാണോ ഷൈനി ജീവൻ ഒടുക്കിയത്? മകളുടെയും പേരക്കുട്ടിയുടെയും മൃതദേഹത്തിന് വേണ്ടി ബാർഗെയിൻ ചെയ്തില്ല പോലും. എങ്ങനെയാണ് മിസ്റ്റർ ഇത് ബാർഗെയിൻ ആവുന്നത്? സ്വന്തം മകളുടെ മൃതദേഹം അവൾ ഇത്രയും കാലം ഉപദ്രവിച്ചവർക്ക് വിട്ടുകൊടുക്കുന്നതിലും ഭേദം നിങ്ങൾക്ക് തന്നെ ഏറ്റെടുത്ത് നിങ്ങളുടെ ഇടവക പള്ളിയിൽ അടക്കം ചെയ്യുന്നതായിരുന്നില്ലേ. പക്ഷെ അതൊക്കെ വലിയ ചെലവാണല്ലോ അല്ലെ, കുറെ ചടങ്ങുകൾ ഉള്ളതല്ലേ, പൈസ കുറച്ച് ഇറക്കേണ്ടി വരുമല്ലോ, അതാണ് സംഭവം. അതുകൊണ്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് ബാർഗെയിൻ ചെയ്തില്ല പോലും. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട, ബാക്കി പറഞ്ഞോട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വന്നു. അവരുടെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബോഡി കൊടുത്തു. ഞങ്ങൾ ചുങ്കത്തിലേക്ക് ശവാടത്തിന് ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കൾ, അതായത് ഈ വിവരം അറിഞ്ഞിട്ട് എൻ്റെ കുവൈറ്റിൽ പരിപ്പി കെട്ടിച്ച കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മകള് ശനിയാഴ്ച 11 മണിയായപ്പോൾ ഇവിടെ എത്തി. വെള്ളിയാഴ്ച രാവിലെ സംഭവം നടക്കും, ശനിയാഴ്ച. പിന്നെ പോയിട്ട് അയർലൻഡിലുള്ള മകൻ ഞായറാഴ്ച 11 മണിയായപ്പോൾ വന്നു. അമേരിക്കയിലുള്ള കൊച്ചുമകൻ തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് ഇവിടെ വന്നു. അപ്പോൾ അവരെല്ലാം ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവരുടെയൊക്കെ മക്കൾ, ഇളയവന് 1 വയസ്സ് മുതൽ മേലോട്ട് 3 അടുപ്പിച്ച് 3 പെൺപിള്ളേരാണ്. മറ്റവന് ഒരാണും ഒരു പെണ്ണുമാണ്. പിന്നെ പോയിട്ട് മകള് കുവൈറ്റ് ജോലി ചെയ്യുന്നുള്ളൂ, ഹസ്ബൻഡ് ഖത്തറിലും അവളെ കെട്ടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുള്ളത് അവിടെ ഭർത്താവിൻ്റെ അമ്മ നോക്കുന്നത് അവിടെ പരിപ്പില ഉളശ. അപ്പോൾ അവർ അവിടെ നിന്ന് എമർജൻസി ആയിട്ട് അവരുടെ കയ്യിൽ പൈസ എടുത്ത് ടിക്കറ്റ് കൊടുത്ത് വിവരം അറിഞ്ഞിട്ട് അവർ പോരുകയത്. അപ്പോൾ പിന്നെ ഇവർക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റിയല്ല. ഇവർക്ക് അവരുടെ പണി പോവും, കുടുംബവും പിന്നെ പിള്ളേർ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ശവടക്കുന്നു. തിങ്കളാഴ്ച ശവടക്ക് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ പോയി ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റും. അക്ഷയായി പോകുന്നു. അക്ഷയായി എല്ലാം കൂടെ അതിലിവിടെ പഞ്ചായത്തിലെത്തുന്നു. പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അത് വൈകുന്നേരം തന്നെ അപ്രൂവ്ഡ് ആക്കുന്നു. ബുധനാഴ്ച രാവിലെ വീണ്ടും പോയി. അപ്പോൾ ഇവർ യാത്ര തിരിച്ചെങ്കിലും അക്ഷയായി ചെന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനിട്ട് ആ പുള്ളിയെ കൊണ്ട് തന്നെ അത് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്താലേ ഉള്ളൂ അവർക്ക് അവിടെ അടുത്ത ഡ്യൂട്ടിക്ക് കയറുമ്പം
ഇതിന്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം അവർ ലീവ് എടുക്കാതെ വന്നവരാ. ജോലിക്ക് കയറണമെങ്കിൽ ഇതിന്റെ തെളിവ് കാണിക്കണം. അത് ശരി. അമേരിക്കയിൽ നിന്നും അയർലാൻഡിൽ നിന്നും കുവൈത്തിൽ നിന്നുമൊക്കെ ഷൈനയുടെയും മക്കളുടെയും മരണ വാർത്ത കേട്ട് ഇയാളുടെ ബാക്കി മക്കൾ, അതായത് ഷൈനയുടെ സഹോദരങ്ങൾ നാട്ടിലേക്ക് കെട്ടിയെടുത്തതിന്റെ കഥയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടിന്റെ കഥ ആണ് അല്ലെ. പാവങ്ങൾക്ക് ലീവ് ഒന്നും ഇല്ല. ഒരാൾ അമേരിക്കയിലെ പ്രസിഡന്റിന്റെ വീട്ടിലെ കുക്കാണ്. അവൻ ഉണ്ടാക്കി കൊടുത്ത കപ്പയും മീൻകറിയും കിട്ടിയിട്ടില്ല എങ്കിൽ അന്ന് പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അപ്പൊ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകണം. വേറൊരാൾക്കാണെങ്കിലോ അയർലാൻഡിലെ കൊട്ടാരത്തിലുള്ള വലിയൊരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി കറക്കണ പണിയാണ്. മൂപ്പരൊരു സെക്കൻഡ് മാറി നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ എയർലാൻഡിൽ സൂര്യൻ പോലും ഉദിക്കൂല. അമ്മാതിരി തിരക്കുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും നാട്ടിൽ വന്ന പാടെ ആദ്യം പോയത് അക്ഷയ സെന്ററിലേക്കാണ്. എന്തിനാ പോയത്? ഷൈനയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ. അവിടെ ശവമടക്ക് പോലും കഴിഞ്ഞിട്ടില്ല. ശവമടക്കാൻ ഇവരാരും പോയതുമില്ല. ആലോചിച്ച് നോക്കണം. മകളുടെ മൃതദേഹം വെച്ച് ബാർഗെയിൻ ചെയ്തില്ല എന്ന് എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞ ആളാണ്. അയാളും മക്കളും ഷൈനയുടെ ശവമടക്കിന് പോലും പങ്കെടുക്കാൻ പോയില്ല. എന്താ കാരണം? വാശിയാണോ? അല്ല, ബാർഗെയിനിങ് ഒന്നും ചെയ്യാത്ത മഹാമനസ്കനല്ലേ. വാശിയൊന്നും ആവില്ലല്ലോ അല്ലെ. മക്കൾ അമേരിക്കയിൽ നിന്നും അയർലാൻഡിൽ നിന്നൊക്കെ വന്ന കഥ പറയുന്നു. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നല്ല ബെസ്റ്റ് സഹോദരങ്ങളെയാണ് ഷൈനയ്ക്ക് കിട്ടിയത്. സ്വന്തം പെങ്ങളും കുട്ടികളും അതിദാരുണമായി മരിച്ചിട്ടും ആർക്കും 1-2 ദിവസം പോലും വന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല. ലീവ് കിട്ടിയില്ല പോലും. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്തത്. ഇതിലും ഭേദം നിങ്ങൾ വരാത്തതായിരുന്നു. ഇങ്ങനെ ന്യായീകരിച്ച് വൈകാൻ നിൽക്കണ്ടല്ലോ. തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നതായിരുന്നു ഭേദം. അല്ലെങ്കിലും മരിച്ചു കഴിഞ്ഞ് വന്നിട്ട് കണ്ണീരൊഴുക്കിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരുന്ന സമയത്ത് ഇവരാരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണല്ലോ ഷൈനി പോയി ആത്മഹത്യ ചെയ്തത്. ബാക്കി പറഞ്ഞോട്ടെ. അന്ന് എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയും പറഞ്ഞു, പപ്പായും മമ്മിയും അല്ല നമ്മൾ ശവ അടക്കിപ്പോഴുടെ ചുങ്കത്തിൽ തീരുന്നവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളവിടെ അടക്കത്തിന് പോകുന്നില്ല. കാരണം ഈ അന്ന് നമ്മുടെ അറിവനുസരിച്ച് ഈ എൻ്റെ മകളും മക്കളും മരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ കുപ്പി മേടിച്ച് പൊട്ടിച്ചും കപ്പവാട്ടും 20 പറയത് ഞാൻ പറയേണ്ട. അപ്പോൾ അതറിഞ്ഞപ്പോഴത്തേന് എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയും പറഞ്ഞു ഇവരെ, കാരണം ഇവൻ്റെ കൂട്ടുകാരാന്ന് ബിജു മുളയെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ മരിച്ച് ടാങ്കിൽ ഇട്ടിരുന്നിട്ട് ആ പുള്ളിയുടെ വരെ ആംബുലൻസ് ഒക്കെ ഉള്ള ഇവിടെ ഈ ബോഡി എടുക്കാൻ വന്നപ്പോൾ ആ പുള്ളിയുടെ കൂടെയുള്ള 10-12 ഗുണ്ടകളും കൂടി ഉണ്ടായിരുന്നു അവരോട്. അത് വരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് എൻ്റെ ബിജു ഒക്കെ വന്നത് ഇവിടെ തന്നെ. എൻ്റെ മകളെ കിട്ടി എന്നോട് പറഞ്ഞു ഇവരെല്ലാം വെളിയിൽ ചെന്ന് ജോലി ചെയ്യണ്ടേ, ഏതെങ്കിലും കാരണവശാൽ ഒരു വയലൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, കാരണം പുറത്ത് ജനം എല്ലാം ഭയങ്കര വയലൻ്റാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ മുറിച്ചോ കല്ലേറോ എന്തെങ്കിലും താണ്ടി പിടിച്ചിട്ട് അവസാനം എൻ്റെ ഈ വന്ന 2 ആമക്കളും ഈ പെണ്ണിനെയും കൂടെ പ്രതികളാക്കുകയും അവരുടെ പാസ്പോർട്ടും എല്ലാം അവിടെ മേടിച്ച് വെച്ചാൽ ഇവരാകപ്പാടെ പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും പുറത്തിറങ്ങി ഒന്നിനും ആകാതെ തൊടുപുഴയ്ക്ക് ശവാടത്തിന് പേടിച്ചിട്ടാണ് പോരാൻ. അത് ശരി. അതാണല്ലേ, സ്വന്തം മകളുടെ ശവടക്കിന് പോയില്ല. എന്താ കാരണം? പേടിച്ചിട്ടാ പോവാത്ത. ഞാൻ വിചാരിച്ച വല്ല വാശിപ്പുറത്തും പോകാതിരുന്നതാവും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. പേടിയായിരുന്നു കുര്യാക്കോസിന്. എന്താണ് പേടി? അമേരിക്കയിൽ നിന്നും അയർലാൻഡിൽ നിന്ന് വന്ന മക്കൾ സായിപ്പന്മാരുടെ പേരിൽ വല്ല കേസും വന്നു കഴിഞ്ഞാണെങ്കിൽ അവരുടെ തിരിച്ചുപോക്ക് മുടങ്ങല്ലോ. അതാണ് പേടി. ഈ ആൺമക്കളുടെ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയുടെ 100-1 ഷൈനിയുടെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഷൈനിയും മക്കളും ജീവിച്ചിരുന്നേനെ. സ്വന്തം മകളുടെ ശവടക്കത്തിന് പോകാതിരിക്കാൻ അച്ഛനും സഹോദരങ്ങളും കണ്ടുപിടിച്ച ന്യായീകരണം നിങ്ങൾ നോക്കണം. എന്താ ഞാൻ ഇതിനൊക്കെ പറഞ്ഞാണ്ടല്ലോ കൂടി പോകും. എന്തായാലും ബാക്കിയോട് കേട്ട് നിർത്താം. ഈ സെറ്റിയായിരുന്നു അവൻ്റെ ഭാര്യയും മക്കളും 2 പേരും കൂടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നായിരുന്നു. അപ്പം എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു ഇതെന്നാ ഷൈനി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളോട് ചോദിച്ചു എനിക്കൊന്നും റൈറ്റില്ല, കാരണം എൻ്റെ മകളാണെങ്കിലും അവളെ ഞാൻ കെട്ടിച്ചു വിട്ടത്. അവിടെ പറയുന്നത് ഞാൻ എപ്പോഴും പുറകെ നിൽക്കാനേ ഉള്ളൂ. അല്ലെങ്കിൽ വക്കീൽ ഓഫീസ് ചെല്ലുമ്പോഴോ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴോ തൊടുപുഴ സ്റ്റേഷൻ ചെന്ന് പോകുന്നു എന്നെ മൊഴി എടുക്കുന്നിടത്തോട്ട് അങ്ങോട്ടൊന്നും നമ്മളെ ബന്ധപ്പെടുത്തിയില്ല. കാരണം നിങ്ങളവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പുറത്ത് സിറ്റൗട്ട് ഇരിക്കുകയായി തൊടുപുഴ സ്റ്റേഷനൊക്കെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാൻ പറയും. അപ്പം അതിനെ അതെ, നമ്മൾ പണ്ട് ഒന്നില്ലല്ലോ അല്ലെ. കാരണവർ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ. ഷൈനി നോബിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇയാൾ ഷൈനിയുടെ കൂടെ പോകുമായിരുന്നു. പക്ഷെ ഒരു അക്ഷരം മിണ്ടില്ല. മകൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് പോലും കൊടുക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും ഹേയ് എനിക്കൊന്നും അറിയില്ല, ഞാൻ അവളെ കെട്ടിച്ചു വിട്ടതല്ലേ, അതോടെ എന്റെ ബാധ്യത തീർന്നു, ബാക്കിയെല്ലാം അവളെടുത്ത തീരുമാനങ്ങളാണ്, എന്തുണ്ടെങ്കിലും അവളോട് ചോദിച്ചാൽ മതി. ഇതായിരുന്നു പുള്ളിക്കാരന്റെ ഒരു ലൈന്. ഞാനുണ്ട് നിന്റെ കൂടെ മോളെ എന്നും പറഞ്ഞ് മുന്നിൽ നിൽക്കേണ്ട ആളാണെന്ന് ഓർക്കണം. എന്തിനേറെ പറയുന്നു, ഷൈന ആകെ നിക്കക്കള്ളില്ലാതെ നിന്ന സമയത്ത് അവൾക്ക് ഒരു കച്ചിത്തുരുമ്പായി കിട്ടിയ ജോലി വരെ കളഞ്ഞ ആളാണ് ഇയാളെന്നും ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.